പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 9 ബുധൻ. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വയിൽ ഒരുക്കിയ മുവാസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസിന് ലഭിക്കുന്നത് വൻ സ്വീകാര്യത. ദിവസങ്ങൾക്കകം ജനകീയമായി മാറിയ ബസ് സർവീസ് പെരുന്നാൾ അവധി ദിനങ്ങളിൽ ഉപയോഗപ്പെടുത്തിയത് 14,600 പരം യാത്രികരെന്ന് ദേശീയ ഗതാഗത കമ്പനി വിശദീകരിച്ചു. സ്വദേശികൾക്ക് സൗജന്യമായും വിദേശികൾക്ക് 200 പൈസ നിരക്കിലുമായിരുന്നു യാത്ര. പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മുവാസലാത്ത് കഴിഞ്ഞ ജനുവരിയിൽ സർവീസ് ആരംഭിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനം വിനിമയ നിരക്കിലും. മാസങ്ങൾക്ക് ശേഷം കരുത്ത് തിരിച്ചുപിടിച്ചുവന്ന രൂപ ഇന്നലെ വീണ്ടും കോപ്പുകുത്തി. ഇന്ത്യൻ ഓഹരി വിപണി തകർന്നതോടെ രൂപയുടെ ശക്തി കുറയുകയും ഒമാനി റിയാൽ ഉൾപ്പെടെ കറൻസികളുമായുള്ള വിനിമയ നിരക്കിൽ ചാഞ്ചാട്ടം സംഭവിക്കുകയുമായിരുന്നു. ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളും പണമിടപാട് ആപ്ലിക്കേഷനുകളും ഒരു റിയാലിന് 223.15 രൂപയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ഇത് 221 രൂപയായിരുന്നു. വരും ദിവസങ്ങളിലും വിനിമയ നിരക്കിൽ പ്രകടമായ മാറ്റമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പുറകെ US വിപണികളിലെ ഇടിവിന് ചുവടുപിടിച്ചാണ് ഏഷ്യൻ വിപണികളിലും ഇടിവുണ്ടായത്. ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്ക വിപണിയിൽ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്ന് വൈകുന്നേരം മുതൽ ബുധനാഴ്ച വൈകിട്ട് വരെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് വടക്കൻ ഗവർണറേറ്റുകളിലുടനീളമുള്ള മരുഭൂമികളിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരാൻ സാധ്യതയുണ്ട്. മണൽക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർക്കും താമസക്കാർക്കും ദൃശ്യപരതയിൽ ഗണ്യമായ കുറവുണ്ടാകും. മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങളിൽ കടൽ തിരമാലകൾ ഉയരുന്നതിന് വടക്കു പടിഞ്ഞാറൻ കാറ്റ് കാരണമാകും. തിരമാലകൾ 2.5 മീറ്റർ വരെ ഉയരുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികളെ ആന്റി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. 50 കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത്, ഇതിനു പുറമെ മയക്കുമരുന്ന് ടാബ്ലറ്റുകൾ തുടങ്ങിയവ ഇവരിൽ നിന്ന് പിടികൂടിയതായി ROP അറിയിച്ചു. പ്രതികൾ ഇറാൻ പൗരന്മാരാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. തലസ്ഥാനത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കത്ത് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ 3ാം പതിപ്പുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി റോഡ് ശൃംഖലയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും നിലവിലുള്ള ഗതാഗത വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് സമഗ്ര പഠനങ്ങൾ നടത്തുന്നത്. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ദാർ അൽ ഹന്തസയാണ് പഠനം നടത്തുക. 433 ദിവസം നീണ്ടുനിൽക്കുന്നതായിരിക്കും ഈ പഠനം. മസ്കത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം ഈ വിപുലമായ പഠനത്തിൽ ഉൾപ്പെടും. പ്രവാസി ലീഗൽ സെൽ ഒമാൻ ചാപ്റ്റർ കോർഡിനേറ്ററായി രാജേഷ് കുമാർ നിയമിതനായി. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഒമാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് രാജേഷ് കുമാർ. ഒമാനിൽ പ്രവാസി ലീഗൽ സെൽ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ ഈ നിയമനം സഹായകരമാകുമെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസ് എബ്രഹാം പറഞ്ഞു. പണം മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചന നടത്തിയ സംഭവത്തിൽ മസ്കത്തിൽ ഈജിപ്ഷ്യൻ വിനോദസഞ്ചാരിയെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. 50% കിഴിവിൽ ഡോളർ ഒമാനി റിയാലിലേക്ക് മാറ്റി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഒമാനി പൗരനെ വഞ്ചിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിൽ നിന്ന് ആദ്യ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഏപ്രിൽ 15 നടക്കും.
ആലുവയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം 15-ന് വൈകിട്ട് 5:30-ന് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും. ലോക്സഭാ എംപിമാരായ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, രാജ്യസഭാ എംപി ഹാരിസ് ബീരാൻ, എംഎൽഎമാരായ അൻവർ സാദത്ത്, റോജി എം. ജോൺ, ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം. ഒ. ജോൺ, വൈസ് ചെയർപേഴ്സൺ സജി ജോളി, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബിജെപി നേതാവ് വി. മുരളീധരൻ, സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖ അഭ്യുദയകാംക്ഷികൾ, എയർ കേരളയുടെ സാരഥികൾ സംബന്ധിക്കും. അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾക്ക് ഒമാൻ ഇന്ന് വേദിയാകുന്നു. ശനിയാഴ്ച മസ്കത്തിൽ ചർച്ചകൾ ആരംഭിക്കുമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ ശനിയാഴ്ച ചർച്ച നടക്കുമെന്ന് ടെഹ്റാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒമാൻ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ഒമാൻ ഒബ്സർവർ ഉൾപ്പെടെ പ്രാദേശിക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇറാനുമായി നേരിട്ട് ബന്ധപ്പെടുകയാണെന്നും ശനിയാഴ്ച വലിയ മീറ്റിംഗ് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ചർച്ചകൾ സംബന്ധിച്ച് ട്രംപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. എന്നാൽ ചർച്ച എവിടെ നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനെ പ്രതിനിധീകരിക്കുമെന്ന് ടെഹ്റാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. യുഎസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഉന്നതതല പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആയിരിക്കും അമേരിക്കൻ സംഘത്തെ നയിക്കുക. ആണവ ചർച്ച ഒരു പരീക്ഷണം പോലെ തന്നെ ഒരു അവസരവുമാണെന്ന് അബ്ബാസ് അരഗ്ചി എക്സിൽ പറഞ്ഞു. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഒമാന് വീണ്ടും മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഭാഷണം സാധ്യമാക്കുന്നതിൽ ഒമാന്റെ മധ്യസ്ഥത സ്വാഭാവികമായ ഒരു തിരഞ്ഞെടുപ്പാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസർ കനാനി പറഞ്ഞു. നേരത്തെ സുൽത്താനേറ്റിന്റെ മധ്യസ്ഥതയിൽ നടന്ന ആണവ ചർച്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നാസർ കനാനിയുടെ വിശദീകരണം. അക്ഷരപ്രേമികളുടെയും അറിവന്വേഷകരുടെയും ഉത്സവനാളുകളെത്തുന്നു. 29ാമത് എഡിഷൻ മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഏപ്രിൽ 23-ന് നാളെ തിരശ്ശീല ഉയരും. മെയ് 3 വരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മേളയുടെ സമയം. വ്യാപാര പ്രവർത്തനങ്ങൾ നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത്തരത്തിലുള്ള 35.778 വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവഴി വിപണി നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 1970 മുതൽ 1999 വരെയുള്ള കാലയളവിൽ പ്രവർത്തനം നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ 3415 കമ്പനികളുടെ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നു. തുടർച്ചയായ പരിശോധനയിലാണ് ഇതിനോടകം 35,000-ൽ പരം കമ്പനികൾക്ക് തുടർ പ്രവർത്തന അനുമതി നഷ്ടപ്പെട്ടിരിക്കുന്നത്. റദ്ദാക്കിയ കമ്പനികളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളോ വ്യക്തിഗത വ്യാപാരികളോ ഉൾപ്പെടുന്നില്ല. ഒമാനിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ, കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ എന്നിവയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും വിപണി നിയന്ത്രണത്തിനും ഈ നടപടികൾ പ്രധാനമാണ്. കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തിയുള്ള അവലോകനങ്ങളുടെ തുടർഘട്ടം ഉടൻ ഉണ്ടാകും. ആർട്ടിക്കിൾ 15-ൽ അനുശാസിക്കുന്ന വാണിജ്യ രജിസ്റ്റർ നിയമ നമ്പർ 3/74 അടിസ്ഥാനമാക്കിയാണ് രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള തീരുമാനമെന്ന് അധികൃതർ വിശദീകരിച്ചു. ഒരു വ്യാപാരി മരിക്കുക, ബിസിനസ് നടത്തുന്നത് അവസാനിപ്പിക്കുക, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുക, ബ്രാഞ്ച് അല്ലെങ്കിൽ ഏജൻസി എന്നേക്കുമായി അടയ്ക്കുക എന്നിങ്ങനെയുണ്ടെങ്കിൽ വാണിജ്യ രജിസ്റ്റർ റദ്ദാക്കണമെന്ന് ആണ് നിയമം. ഇങ്ങനെ സംഭവിച്ചാൽ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അപേക്ഷ വ്യാപാരിയോ അവരുടെ അവകാശികളോ ലിക്വിഡേറ്ററോ കമ്പനിയോ സമർപ്പിക്കണം.
വാണിജ്യ രജിസ്റ്ററിന്റെ രജിസ്ട്രാർക്കും സ്വന്തം പ്രകാരം റദ്ദാക്കാനുള്ള അവകാശമുണ്ടെന്നും ഒമാന്റെ ഏറ്റവും പുതിയ വാണിജ്യ നിയമത്തിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.